ഹലോ, ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ലെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm ഫോംസ് ആൻ ഇമേജ് 10 cm ഫ്രം ദ ലെൻസ്. ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഫ്രം ദ ലെൻസ്? ഇവിടെ നമുക്ക് കോൺകേവ് ലെൻസ് അല്ലേ തന്നിട്ടുള്ളത്. കോൺകേവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ വി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു -15 cm വി ഈക്വൽ ടു -10 cm. അതിനുശേഷം നമ്മൾ ലെൻസ് ഫോമുല ഉപയോഗിക്കും. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. എന്നിട്ടോ നമുക്ക് യു അല്ലേ കാണേണ്ടത്. അപ്പം നമ്മൾ 1/u ഈക്വൽ ടു 1/v മൈനസ് 1/f എന്ന് എഴുതി. ഇക്വേഷൻ ഒന്ന് നമ്മൾ മാറ്റി എഴുതി. അതിനുശേഷം നമ്മളവിടെ വിക്കും എഫിനും വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1/u ഈക്വൽ ടു 1/-10, അതായത് വിക്ക് പകരം കൊടുത്തു കേട്ടോ, മൈനസ് 1/-15. അപ്പം രണ്ട് മൈനസ് സൈനാണ് അടുപ്പിച്ച് വരുന്നത്, അതായത് -15. അപ്പോൾ എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം 1/-10 പ്ലസ് 1/15 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്തത്. അപ്പോൾ എന്ത് വരും? 15 - 10 ഡിവൈഡഡ് ബൈ 150 വരും. അത് സോൾവ് ചെയ്താലോ 5/-150. അത് സോൾവ് ചെയ്താൽ എന്ത് വരും? 1/u ഈക്വൽ ടു 1/-30. അങ്ങനെയാണെങ്കിൽ u ഈക്വൽ ടു എന്ത് വരും? -30 cm. അപ്പോൾ നമ്മൾ u കണ്ടുപിടിച്ചേ. ഹലോ, ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ലെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm ഫോംസ് ആൻ ഇമേജ് 10 cm ഫ്രം ദ ലെൻസ്. ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഫ്രം ദ ലെൻസ്? ഇവിടെ നമുക്ക് കോൺകേവ് ലെൻസ് അല്ലേ തന്നിട്ടുള്ളത്. കോൺകേവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ വി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു -15 cm വി ഈക്വൽ ടു -10 cm. അതിനുശേഷം നമ്മൾ ലെൻസ് ഫോമുല ഉപയോഗിക്കും. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. എന്നിട്ടോ നമുക്ക് യു അല്ലേ കാണേണ്ടത്. അപ്പം നമ്മൾ 1/u ഈക്വൽ ടു 1/v മൈനസ് 1/f എന്ന് എഴുതി. ഇക്വേഷൻ ഒന്ന് നമ്മൾ മാറ്റി എഴുതി. അതിനുശേഷം നമ്മളവിടെ വിക്കും എഫിനും വാല്യൂസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1/u ഈക്വൽ ടു 1/-10, അതായത് വിക്ക് പകരം കൊടുത്തു കേട്ടോ,